ഗുഡ് മോർണിംഗ്. നമ്മൾ കോറിലേഷനായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. കോറിലേഷൻ്റെ തിയറി സെക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടെത്താൻ 3 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. കാൾ പിയേഴ്സൺ മെത്തേഡ്, സ്പിയർമാൻസ് മെത്തേഡ് ആൻഡ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. അതിലുള്ള ലാസ്റ്റ് വൺ മാത്രമാണ് നിങ്ങൾക്ക് സിലബസിൽ നിന്ന് ഒഴിവാകുന്നത്. ഫസ്റ്റ് 2 നിങ്ങൾക്ക് സിലബസ് പ്രകാരം ഉണ്ട്. സ്പിയർമാൻസ് മെത്തേഡ് എന്ന് പറയുന്നതാണ് റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സിലബസിലുള്ളത്. ദെൻ ആദ്യം നമ്മളിപ്പോൾ കാൾ പിയേഴ്സൺസ് മെത്തേഡാണ് എടുക്കുന്നത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കാൾ പിയേഴ്സൻ്റെ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ ഇവിടെ 2 ഇക്വേഷൻ ഉണ്ട്. ആ 2 ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ ഹാർട്ട് ചെയ്യാം. റാങ്ക് കോറിലേഷന് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ R വെച്ചിട്ടാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ റാങ്ക് കോറിലേഷൻ അല്ല, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ R ഉപയോഗിച്ചിട്ടാണ്. അത് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. അതുകൂടാതെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഈസി എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷനാണ്. ഇതാണ് അധികവും പ്രോബ്ലത്തിനും നമ്മൾ ചെയ്യാറുള്ളത്. അത് വൃത്തിക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സിഗ്മ വൈ ആണ്. എക്സ് ബാർ നിങ്ങൾക്കറിയാം എന്താണ്, മീനാണ്. വൈ ബാർ വൈ വാല്യൂസിൻ്റെ മീന് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ എന്ന് പറയുന്നത് ആ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് ആണ്. ദെൻ സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വാല്യൂസ് ആണ് സിഗ്മ എക്സും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ വാല്യൂസ് ആണ് സിഗ്മ വൈയും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദി ഡാറ്റ. അപ്പോൾ എക്സ് വാല്യൂസും തന്നിട്ടുണ്ട്, വൈ വാല്യൂസും തന്നിട്ടുണ്ട്. അവ തമ്മിലുള്ള കോറിലേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇക്വേഷൻ പ്രകാരം എന്ത് കണ്ടെത്തുന്നു, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണുന്നു. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ള ഈ സെക്കൻഡ് ഫോർമുല പ്രകാരമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എക്സ് വാല്യൂസും വൈ വാല്യൂസും എഴുതിയ ഇനി ഈ ഫോർമുലയിൽ എന്തൊക്കെ വേണം, സിഗ്മ എക്സ് വൈ വേണം, സിഗ്മ എക്സ് വേണം, സിഗ്മ വൈ വേണം, പിന്നെ സിഗ്മ എക്സ് സ്ക്വയർ വേണം, സിഗ്മ വൈ സ്ക്വയർ വേണം. അതല്ലേ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ സിഗ്മ എക്സ് വൈ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം എക്സ് വൈകൾ കണ്ടെത്തണം. അതിൻ്റെ ടോട്ടലാണല്ലോ സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത്. അതേപോലെ സിഗ്മ എക്സ് സ്ക്വയർ കാണണമെങ്കിൽ എക്സ് സ്ക്വയറുകൾ കണ്ടെത്തണം. അതിൻ്റെ ടോട്ടലാണല്ലോ സിഗ്മ എക്സ് സ്ക്വയർ. ദെൻ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ കണ്ടതിൻ്റെ ടോട്ടലാണ് സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടേബിളിൽ വേണ്ടത്. ഇനി ഇക്വേഷനകത്ത് എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ കൊടുക്കുന്നു. ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. ഇവിടുന്ന് ഇവിടം വരെ എത്ര വാല്യൂസ് ഉണ്ട്, 2 3 4 5 6 7 8 എന്ന് പറയുമ്പോൾ ടോട്ടൽ 7 വാല്യൂസ് അല്ലേ ഉള്ളത്. അതാണ് സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത്. അപ്പം ഇക്വേഷനകത്ത് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് 0.077 കിട്ടും. ഇത് നേരെ വായിച്ച് പഠിക്കുകയല്ല വേണ്ടത്, നോട്ടിൽ അത് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ റഫ് പേപ്പറിൽ അത് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ വഴി നിങ്ങൾക്ക് ആ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഡാറ്റാസ് നേരിട്ട് തന്നിട്ടുണ്ട്. എൻ 10 ആണ്, സിഗ്മ എക്സ് 35 ആണ്, സിഗ്മ എക്സ് സ്ക്വയർ ഇതാണ് ഒക്കെ തന്നിട്ടുണ്ട്. നേരെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് 0.99 കിട്ടും. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത്ര ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്, അപ്പം ഏത് ഇക്വേഷൻ കൊടുക്കുന്നു എന്നുള്ളത് നോക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലും നേരെ എക്സ് വാല്യൂസ് വൈ വാല്യൂസ് എന്നുള്ളതിന് പകരം പ്രൈസ് ഡിമാൻഡ് എന്നാണ് തന്നിരിക്കുന്നത്. അതിനെന്ത് ചെയ്യുക, എക്സ് വാല്യൂ വൈ വാല്യൂ എന്നാക്കി കൊടുക്കുന്നു. ദെൻ ആസ് യൂഷ്വൽ പഴയ പോലെ തന്നെ ഫോർമുലയ്ക്കകത്ത് നമ്മൾ വാല്യൂസൊക്കെ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറാണിത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയുന്നത് ഈ കിട്ടിയ ആൻസറിനെ ബേസ് ചെയ്തിട്ട് ഈ കോറിലേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് പോസിറ്റീവാണോ നെഗറ്റീവാണോ പെർഫെക്റ്റ് കോറിലേഷൻ ആണോ എന്നുള്ള രീതിക്ക് നമുക്ക് ഈ കിട്ടിയ ആൻസർ വെച്ചിട്ട് പറയാൻ പറ്റും. അതെങ്ങനെയാണ് പറയുന്നതെന്നാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേതാണ് പെർഫെക്റ്റ് കോറിലേഷൻ. ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമുക്ക് കിട്ടിയ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഈ ആർ വാല്യൂ +1 ആണ് നമുക്ക് കിട്ടുന്നത് വിചാരിക്കുക. ആറിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ ഇവിടേക്ക് ഓരോ വാല്യൂ കിട്ടുന്നില്ലേ, ആ ആറിൻ്റെ വാല്യൂ +1 ആണ്. 1 എന്ന് പറയുന്ന ഒരു ആൻസറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന്.
r=+1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഇനി ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് -1 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ആറിൻ്റെ വാല്യൂ -1 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന്. ഓക്കെ, സോ ആറിൻ്റെ വാല്യൂ +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, ആറിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പം ആ രണ്ട് കാര്യം ഫസ്റ്റ് കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി നോ കോറിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കോറിലേഷൻ ഇല്ല എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുക? നമ്മളെ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് 0 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ നോ കോറിലേഷനാണ്. ഓക്കെ, ആറിൻ്റെ വാല്യൂ +1ൻ്റെ കാര്യം പറഞ്ഞു, ആറിൻ്റെ വാല്യൂ -1ൻ്റെ കാര്യം പറഞ്ഞു. r=-1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ്. ഇനി r=0 ആണെങ്കിൽ നോ കോറിലേഷൻ. ഓക്കെ, ഇനി ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷനിൽ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1നും +1നും ഇടയ്ക്കാണ് ഈ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഉണ്ടാവുക നമുക്കറിയാം. അപ്പോൾ -1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന്. r=+1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന്. പിന്നെ r=0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു നോ കോറിലേഷൻ. അപ്പോൾ ഇനി നോക്കുക, ഈ -1നും അല്ലെങ്കിൽ വേണ്ട +1നും 0ക്കും ഇടയിൽ, അല്ല 0ക്കും +1നും ഇടയ്ക്ക് നമുക്കറിയാം അതിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് 0.5 അല്ലേ? അപ്പോൾ ഈ 0.5ന് അടുത്താണ് നമ്മളെ വാല്യൂ എങ്കിൽ ആറിൻ്റെ വാല്യൂ 0.52 എന്നോ 0.53 എന്നൊക്കെ പറഞ്ഞിട്ടാണുള്ളതെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ. മോഡറേറ്റ് ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ കോറിലേഷൻ മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് ആയിരിക്കുമല്ലോ, 0ക്കും 1നും ഇടയ്ക്കാണ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, 0ക്കും -1നും ഇടയ്ക്കുള്ള വാല്യൂ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പം മോഡറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 0.5ന് അടുത്താവണം നിങ്ങളെ വാല്യൂ. ഓക്കെ, ഇനി നിങ്ങളെ വാല്യൂ ഇപ്പം 0നോട് അടുക്കുകയാണ്, ഇപ്പോൾ 0.2 0.1 അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അതെന്താണ് ലോ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന്. ലോ പോസിറ്റീവ് ആയിരിക്കും, ഒബ്വിയസ് ആയിരിക്കും. സോ ലോ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഇനി നിങ്ങളെ വാല്യൂ 1നോട് അടുക്കുകയാണ്, അതായത് 0.9 0.8 ഒക്കെ വന്നു എന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് പറയാം ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന്. ഹൈ ആണ് പോസിറ്റീവ് കോറിലേഷൻ, കുറച്ച് ഹൈ ആണെന്ന് പറയാം. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം 1നോട് അടുത്ത് 0.9 0.8 0.98 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഇനി ആ വാല്യൂ 0നോട് അടുത്തു 0.2 0.1 0.3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. നിങ്ങൾക്കിനി 0.5നോടടുത്ത് ഇപ്പോൾ 0.5 0.6 0.4 വരെ നിങ്ങൾക്ക് എന്ത് പറയാം, മോഡറേറ്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ അതാണ് മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ, ലോ പോസിറ്റീവ് കോറിലേഷൻ ആൻഡ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ. ഇതേ കാര്യം തന്നെ എന്തിലും വരും, -1നും 0ക്കും ഇടയ്ക്കും വരും. -1നും 0ക്കും ഇടയ്ക്കും വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? നമുക്കറിയാം -1നും 0ക്കും ഇടയ്ക്കുള്ള മിഡിൽ വാല്യൂ ആണ് ഒരു -0.5. ഈ -0.5 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് പറയാം മോഡറേറ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന്. ഇനിയിപ്പം നിങ്ങളെ വാല്യൂ -0.9 ആണെന്ന് വിചാരിക്കുക. -0.9 ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഹൈ നെഗറ്റീവ് കോറിലേഷൻ എന്ന്. അവിടെ നെഗറ്റീവാണ് വരിക, കാരണം നെഗറ്റീവ് വാല്യൂ ആണല്ലോ വരുന്നത് -0.9 എന്ന് പറയുമ്പോൾ. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ -0.2 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്താണ് ലോ നെഗറ്റീവ് കോറിലേഷൻ. ആദ്യം പറഞ്ഞ കാര്യമൊക്കെ നേരെ നെഗറ്റീവ് എന്നുള്ള രീതിയിലോട്ട് വരും. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും.
ഓക്കെ, സോ ഇതാണ് ഈ ഡാറ്റയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കേൾക്കുക, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അത്രയും കാര്യമാണ് ഈ തിയറി സെക്ഷനിൽ പറയുന്നത്. അത് ബേസ് ചെയ്തൊരു പ്രോബ്ലമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സസൈസ് 4 എന്ന് പറയുന്നത് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ. അത് വെച്ചിട്ട് ആ കോറിലേഷൻ്റെ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ആദ്യം തന്നെ R=0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു നോ കോറിലേഷൻ, അവിടെ കോറിലേഷൻ നടക്കുന്നില്ല. ഇനി R=-1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇനി R=1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ് അല്ലേ. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ് R=+1 ആണെങ്കിൽ. ദെൻ R=0.2. 0.2 എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 0-നടുത്തല്ലേ ആ വാല്യൂ, 0-നോട് അടുത്തുള്ള ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ എന്ത് വരും? നമുക്ക് ലോ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം അല്ലേ. ഇനിയിപ്പോൾ 0.9 എന്ന് പറയുമ്പോൾ 1-നോട് അടുത്തു, അപ്പം നമുക്ക് പറയാം ഹൈ പോസിറ്റീവ് കോറിലേഷൻ. ഇനി 0.5 എന്ന് പറയുമ്പോൾ 0.52 എന്ന് പറഞ്ഞാൽ എന്തായി? അത് ഏകദേശം മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷനായി മാറി അല്ലേ. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് അങ്ങനെ അനലൈസ് ചെയ്യാം. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി നോക്കൂ, -0.9 എന്നാണ് നമുക്ക് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് R-ന് വാല്യൂ കിട്ടിയത്. അത് നിങ്ങൾക്ക് എന്ത് പറയാം? ഈ കോറിലേഷൻ്റെ ടൈപ്പ് എങ്ങനെയാണ്? നെഗറ്റീവ് വാല്യൂ ആണ്. സോ നെഗറ്റീവ് കോറിലേഷനാണ്. ഇനി നെഗറ്റീവ് ഹൈ ആണോ മോഡറേറ്റ് ആണോ ലോ ആണോ? ഹൈ അല്ലേ ഇത് വരിക, കാരണം 1-നോട് അടുത്തു, -1-നോട് അടുത്തു, -0.9 എന്ന് പറയുമ്പോൾ. സോ ഹൈ ആണ് വരുന്നത്. സോ ഹൈ നെഗറ്റീവ് കോറിലേഷനാണ് ഈ കോറിലേഷൻ്റെ ടൈപ്പ്. ഇനി തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? 0.99. അപ്പോൾ അതെന്താണ്? പോസിറ്റീവ് കോറിലേഷനാണ്. അത് 1-നോട് അടുത്തു അല്ലേ. അപ്പോൾ പോസിറ്റീവ് ഹൈ കോറിലേഷനാണ് ആ വാല്യൂ. ഇനി ഇതെന്താണ് വരിക? 0.07 എന്ന് പറയുമ്പം 0.07 റൗണ്ട് ചെയ്താൽ 0.1 ആക്കിക്കൂടെ നമുക്കത്? 0.1 എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ അടുത്താണുള്ളത്? 0-നടുത്തല്ലേ ഇരിക്കുന്നത്, പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് പറയാം പോസിറ്റീവ് ലോ കോറിലേഷൻ ആണെന്ന് പറഞ്ഞൂടെ. സോ അങ്ങനെയാണ് R വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ടൈപ്പ് പറയുന്നത്. ഓക്കെ, സോ ആൻസർ എഴുതി കഴിഞ്ഞാൽ അത് ഏതാ ടൈപ്പ് എന്നുള്ളതും കൂടി തൊട്ട് താഴെ എഴുതി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ X വാല്യൂ Y വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ കിട്ടുന്നത് -0.9 ആണ്. അപ്പോൾ നമുക്കറിയാം -0.9 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് കോറിലേഷനാണ്. പക്ഷേ -1-നോട് അടുത്തത് കൊണ്ട് തന്നെ നെഗറ്റീവ് ഹൈ കോറിലേഷനാണ് അല്ലേ. സോ ഹൈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഹൈ കോറിലേഷൻ എന്ന് പറഞ്ഞാലൊക്കെ സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതുവരെ ചെയ്തതിനൊക്കെ X വാല്യൂം Y വാല്യൂം മാത്രമായിരുന്നു തന്നിരുന്നത്. ഇനിയിപ്പോൾ ഡാറ്റയിലകത്ത് നമ്മളോട് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാൻ പറയാണ്. യൂസിങ് ഇന്ന വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ യൂസിങ് ദിസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് Xന് ഇത് വെച്ച് യൂസ് ചെയ്യുക, Yന് ഈ വാല്യൂ വെച്ചിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. അപ്പം Xന് ഇത് വെച്ച് യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ X വാല്യൂസിൽ നിന്നൊക്കെ ആ വാല്യൂ സബ്സ്ട്രാക്റ്റ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോളത്തിൽ എഴുതുന്നു. ആ കോളത്തിനെ നമ്മൾ dx എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന XY വാല്യൂസ് എന്നൊക്കെ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നത് 0 എന്ന് പറയുന്നൊരു വാല്യൂ ആയിരുന്നു. ഒറിജിൻ 0 ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറിജിൻ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഒറിജിൻ ചേഞ്ച് ചെയ്താലും ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷന് ഒരു ചേഞ്ചും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം ഒറിജിൻ ചേഞ്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? X വാല്യൂസ് എന്നൊക്കെ ഈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു, Y വാല്യൂസ് എന്നൊക്കെ ഈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ dx dy എന്ന് പറയുന്ന വാല്യൂ വന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലേനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. X കാണുന്നിടത്തിലൊക്കെ dx dy എന്ന് കൊടുക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന R വാല്യൂ ആണ് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഇവിടെ ഇങ്ങനെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ യൂസിങ് ദിസ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനത്തെ അധികം ചോദിക്കാറില്ല. സപ്പോസ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞിരുന്നത്. കൂടുതലായിട്ടും നമുക്ക് ഇതേപോലെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, XY വാല്യൂസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് തന്നെ നമ്മൾ സെക്കൻഡ് ഇക്വേഷനാണ് ഭൂരിഭാഗം ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കാറുള്ളത്.
ഫസ്റ്റ് ഇക്വേഷൻ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് മാത്രം. ഡി എക്സ് ഡി വൈ എന്ന് കൊടുക്കണം എക്സ് വൈ കാണുന്നിടത്തിലൊക്കെ. ഈ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് എന്താ, എക്സുകളിൽ നിന്ന് ആ ഒറിജിൻ വാല്യൂ ഏതാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് സബ്സ്ട്രാക്ട് ചെയ്ത വാല്യൂ ആണ്. സോ എക്സ്ട്രാ 2 കോളം വരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് -0.7. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം ഈ കോറിലേഷൻ ഏത് ടൈപ്പാണ്. -0.7 എന്ന് പറയുമ്പോൾ ഏകദേശം 0.7 എന്ന് പറയുമ്പോൾ എവിടെ വരും, അത് നമുക്ക് മോഡറേറ്റ് ആയിട്ട് തന്നെ കണക്കാക്കാം. 0.73 ആണല്ലോ. 0.76 ആണെങ്കിൽ അതൊരു 0.8 റൗണ്ട് ചെയ്താൽ പിന്നെ അത് നമുക്ക് ഹൈയിലോട്ടേക്ക് മാറ്റാം. 0.7 ഒക്കെ നമുക്ക് വേണമെങ്കിൽ മോഡറേറ്റിൽ കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നിടത്തിലാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ എന്ന് മാത്രം എഴുതിയാലും മതി. ഓക്കെ, ദെൻ ഇതേ ഫോർമുല തന്നെ ഒരു ചേഞ്ച് കൂടി വരുത്തുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്മ ഡി എക്സിൻ്റെ വാല്യൂ സിഗ്മ ഡി വൈൻ്റെ വാല്യൂ 0 ആണ് വരുന്നതെന്ന് വിചാരിക്കുക. സിഗ്മ ഡി എക്സും സിഗ്മ ഡി വൈയും 0 ആണ്. അപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൽ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടുത്തെ ഡി എക്സ് കാണാൻ വേണ്ടിയിട്ട് എക്സ് മൈനസ് എക്സ് ബാർ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമല്ല, ഇങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടും കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. സോ അവർ പല രീതിക്ക് ആ പ്രോബ്ലത്തിനെ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടി ഈ എക്സിനെ വൈനെ വാല്യൂ നിങ്ങൾക്ക് ആദ്യത്തെ ഇക്വേഷൻ വെച്ച് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയും ഈ പ്രോബ്ലം ചെയ്യാമെന്ന് അവർ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഡി എക്സ് കാണാൻ വേണ്ടിയിട്ട് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ നമുക്കറിയാം. എക്സ് വാല്യൂസിൻ്റെ മീൻ എങ്ങനെയാണ് കാണുക, സിഗ്മ എക്സ് ബൈ എൻ വെച്ചിട്ടല്ലേ, അത് വെച്ചിട്ട് എക്സ് ബാർ കണ്ടെത്തുന്നു. അതേപോലെ വൈ ബാർ കാണുക സിഗ്മ വൈ ബൈ എൻ വെച്ചിട്ടാണ്. സോ വൈ ബാറും കാണുന്നു. അപ്പോൾ ഡി എക്സ് കാണാൻ എക്സ് മൈനസ് എക്സ് ബാർ മീൻ വെച്ചിട്ട് എക്സിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഡി എക്സ് കിട്ടുന്നു. അവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി തന്നിരുന്നു യൂസിങ് ദീസ് വാല്യൂസ് എന്ന്. പക്ഷെ ഇവിടെ അങ്ങനെ പറയാതിരുന്നാൽ എങ്ങനെ ഈ വാല്യൂസ് കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, സിഗ്മ ഡി എക്സ് എന്ന് പറയുന്നത് 0 വന്നു, സിഗ്മ ഡി വൈയും 0 വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പകരം ആ ഫോർമുലേനെ ഷോർട്ടാക്കിയിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി എന്നാണ് ഇവിടെ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 0.87. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ എക്സ് വൈ വാല്യൂസ് വെച്ചിട്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഈ ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.